ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ നിയമപരമായ അവകാശങ്ങളും ഒരു പർവ്വതത്തിനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനൊരു പർവ്വതമുണ്ട്. ന്യൂസിലാൻഡിലെ തരാനാഗി മൗങ്ക എന്നറിയപ്പെടുന്ന പർവ്വതത്തിനാണ് ഒരു മനുഷ്യന് സമാനമായ എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ന്യൂസിലാൻഡിലെ ഈ പർവ്വതത്തിന് സർക്കാർ മൗലിക അവകാശത്തിനുള്ള അംഗീകാരം നൽകിയത്. തരാനാഗി മൗങ്ക കളക്റ്റീവ് റിഡ്രസ് ബിൽ ന്യൂസിലാൻഡ് പാർലമെന്റ് പാസാക്കിയതോടെയാണ് പർവ്വതത്തിന് മൗലികാവകാശങ്ങൾ ലഭിക്കുന്നത്. ഈ നിയമം തരാനാഗി മൗങ്കയ്ക്ക് ഒരു വ്യക്തിയുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും അനുവദിക്കുന്നുണ്ട്. പർവ്വതത്തിന് നിയമപരമായ പേര് നൽകുകയും ചുറ്റുമുള്ള കൊടുമുടികളും ഭൂമിയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ നിയമം. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ജെയിംസ് കുക്കാണ് ഈ കൊടുമുടി കണ്ടെത്തുന്നത്. അദ്ദേഹം ഈ പർവ്വതത്തിന് നൽകിയ പേര് മൗണ്ട് എഗ്മോണ്ട് എന്നാണ്. എന്നാൽ ന്യൂസിലാൻഡ് ഭരണകൂടം പുതിയതായി പാസാക്കിയ തരാനാഗി മൗങ്ക കളക്റ്റീവ് റിഡ്രസ് ബില്ലിലൂടെയാണ് പർവ്വതത്തിൻ്റെ പേര് തരാനാഗി മൗങ്ക എന്ന് മാറ്റിയത്. ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതമാണിത്. രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് പുറമെ തരാനാഗി മൗങ്ക സ്ഥിതി ചെയ്യുന്ന പർവ്വത പ്രദേശത്തിന് കാര്യമായ സാംസ്കാരിക പ്രാധാന്യവുമുണ്ട്. തരാനാഗി പർവ്വതത്തിന് മൗലിക അവകാശങ്ങൾ നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നിൽ ആ സാംസ്കാരിക കാരണമാണ്. കോളനി വൽക്കരണ കാലത്ത് തരാനാഗി മേഖലയിൽ കഴിഞ്ഞിരുന്ന മാവോറികൾ നിരവധി അനീതികൾക്ക് വിധേയരാവുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അന്നത്തെ ആ അനീതികൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് നിലവിലെ ഈ തീരുമാനം. ബില്ലിൻ്റെ അന്തിമ വായനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് തരാനാഗി ഐവി അംഗങ്ങൾ ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനത്തെത്തിയിരുന്നു. പാർലമെൻറ്റിൻ്റെ പൊതു ഗ്യാലറിയിൽ നിന്ന് ബില്ലിന് അംഗീകാരം ലഭിക്കുന്നതിന് അവർ സാക്ഷിയാവുകയും ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ തീരുമാനത്തിന് അനുകൂലമായും പ്രതികൂലമായും ജനക്കൂട്ടം പ്രതികരിച്ചു. തരാനാഗി മൗങ്കയുടെ മുഖ്യ ചർച്ചക്കാരനായ ജാമി ഡ്യൂട്ട പറയുന്നതനുസരിച്ച് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ബില്ലിനെതിരെ സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തരാനാഗി വിദ്വേഷത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചിതയായിരിക്കുന്നു. മലയുടെ നിയമപരമായ അവകാശങ്ങൾ അതിൻ്റെ ആരോഗ്യവും ക്ഷേമവും ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ ടേപതി മാവോറിയുടെ സഹനേതാവും പിൻഗാമിയുമായ ഡെബി നഗരേവ പാർക്കർ പറയുന്നു. ന്യൂസിലാൻഡിൽ മൗലികാവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ പ്രകൃതി സവിശേഷതയല്ല തരാനാഗി മൗങ്ക. ഇതിനു മുൻപ് 2014 യുറവേര നേറ്റീവ് ഫോറസ്റ്റിനും 2017 വാങ്കനുയി നദിക്കും ന്യൂസിലാൻഡ് നിയമപരമായ വ്യക്തിത്വം നൽകിയിട്ടുണ്ട്. പർവ്വതത്തിന് മൗലികാവകാശങ്ങൾ ലഭിക്കുകയും പ്രത്യേക പരിഗണന അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പഴയതുപോലെ അലക്ഷ്യമായി സന്ദർശനം നടത്തി വരാൻ ഇനി സാധിക്കില്ല. എന്നാൽ ഇനി സന്ദർശകർ തരാനാഗിയോടും അതിൻ്റെ പ്രദേശത്തോടും എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സന്ദർശകർ കൃത്യമായി പാലിക്കേണ്ടി വരും. തരാനാഗി മൗങ്കയുടെ മുഖ്യ ചർച്ചക്കാരനായ ജാമി ഡ്യൂട്ട അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഉടൻ സജ്ജീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.